കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിൽ പണി തീർക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. തലേ ദിവസത്തെ കാറ്റത്തും മഴയത്തും നമ്മുടെ പുറകിലെ വാഴയും അത്യാവശ്യം മരങ്ങൾ കൊമ്പുകളും ഒക്കെ വീണു അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇനി വാരി കെട്ടി കളയണം. പിന്നെ ഞാൻ അപ്പോഴേക്കും ചോറ് വയ്ക്കാൻ വേണ്ടി അരിയെല്ലാം കഴുകി അടുപ്പത്താക്കി. അപ്പോഴേക്കും അന്നമ്മ എന്ന് പറഞ്ഞു, പപ്പ വന്നിട്ടുണ്ട്, അമ്മ റംബുട്ടാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അമ്മയ്ക്ക് വേണം. ഞാൻ പറഞ്ഞു ഇപ്പം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് പപ്പായ, ഏത്തപ്പഴം, പിന്നെ കുറച്ച് പലചരക്ക് സാധനങ്ങൾ, മുട്ട, അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഈ കവർ ശ്രദ്ധിച്ചത്. ആ ഇരിക്കുന്ന കവറില്ലേ, ഇപ്പം ഇട്ടതല്ല, അത് പഞ്ചസാരയാണ്. ഇരിക്കുന്ന കവറുണ്ടല്ലോ നോക്കിയത്. ഞാൻ കരുതിയത് വേറെ എന്തോ ആണെന്നാണ്, പലചരക്ക് സാധനം. പിന്നെയാണ് ഞാൻ അയ്യടാ ചെമ്മീനാണല്ലോ എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെമ്മീൻ ഇവിടെ മേടിക്കൽ കുറച്ച് കുറവാണ്. ഞാൻ ചെന്ന് ചോദിച്ചു നമുക്കുള്ളത് തന്നെയാണോ. അപ്പോൾ അതേ, ഞാൻ ഉച്ചയ്ക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് മേടിച്ചിട്ട് വന്നാന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ വേഗം തിളച്ച ചോറങ്ങോട്ട് ഓഫ് ചെയ്തു കേട്ടോ. ചേട്ടൻ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ വേഗം പോയി എന്നാൽ ഒരു കുമ്മട്ടി മുറിക്കാമെന്ന് കരുതി ഒരു കുമ്മട്ടി പാതി മുറിച്ചു. ചേട്ടൻ അവിടെ ബിരിയാണിയുടെ അരി വേവിക്കാനും ചെമ്മീൻ വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ നാളായിട്ട് കാത്തിരുന്ന ഒരു കൊറിയർ നമുക്ക് വന്നു. ഈ പെട്ടിയിൽ എന്താണെന്ന് നിങ്ങൾ ഗസ് ചെയ്യാമോ? ഞാനിതൊക്കെ സെറ്റാക്കി വെക്കുന്ന നേരം കൊണ്ട് ചേട്ടൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി കേട്ടോ. പെട്ടിയിൽ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ.